പായം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ LDF സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി. പായം പഞ്ചായത്ത് 12ാം വാർഡിലെ ബ്ലോക്ക് പഞ്ചായത്ത് മാടത്തിൽ ഡിവിഷൻ സ്ഥാനാർത്ഥി M. സുമേഷ്, വാർഡ് സ്ഥാനാർത്ഥി ചിത്രലേഖ MM വാർഡിലെ വിവിധയിടങ്ങളിൽ മെഗാ സ്ക്വാഡ് പര്യടനം നടത്തി. LDF പായം പഞ്ചായത്ത് സെക്രട്ടറി N. അശോകൻ, പായം ലോക്കൽ സെക്രട്ടറി സാജിദ്, പായം ലോക്കൽ കമ്മിറ്റി അംഗം ഷിബു, മനീഷ തുടങ്ങിയ LDF നേതാക്കളും പങ്കെടുത്തു. പായം പഞ്ചായത്ത് 12ാം വാർഡ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സെക്രട്ടറി N. അശോകൻ നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ ഉജ്ജ്വല വിജയം ഉദ്ഘോഷിച്ചുകൊണ്ട് ഇന്ന് പായം പഞ്ചായത്തിലെ മാടത്തി വാർഡിൽ വാർഡ് സ്ഥാനാർത്ഥി ചിത്രലേഖയും ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സുമേഷ് M. CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സുമേഷും ഇന്ന് വീട് കയറിയുള്ള മെഗാ സ്ക്വാഡ് വർക്ക് നടക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും വീട് കയറുമ്പോൾ ജനങ്ങളാകെ നെഞ്ചേറ്റിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സ്ത്രീസുരക്ഷാ പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്തിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ജനങ്ങൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പായം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇന്ന് ഈ കേരളത്തിലെ വടക്കേയറ്റത്ത് കിടക്കുന്ന നമ്മുടെ പായം പായത്ത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിക്കൊണ്ട് മികവാർന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലം കാഴ്ചവെച്ചത്. ഏതാണ്ട് ജില്ലാ സംസ്ഥാന ദേശീയ പുരസ്കാരം ഉൾപ്പെടെ 36 അവാർഡുകൾ തേടിയെത്തിയ കേരളത്തിലെ ഏക പഞ്ചായത്തായി നമ്മുടെ പായം മാറിയിരിക്കുകയാണ്. കാർഷിക മേഖലയിലും അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിലും കായിക രംഗത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും ഉജ്ജ്വലമായ വികസന മുന്നേറ്റങ്ങളാണ് 5 വർഷക്കാലം നടത്തിയത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ 19 വാർഡാണ് പായം പഞ്ചായത്തിലുള്ളത്. കഴിഞ്ഞ തവണ 18 വാർഡായിരുന്നു. 18-ൽ 16 വാർഡും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ഇത്തവണ ഒരു വാർഡ് കൂടി വർദ്ധിപ്പിച്ച് 19 വാർഡായി മാറിയിരിക്കുകയാണ്.